നമുക്ക് ന്യൂ ഇയർ ഒരു മധുരം വെച്ച് തന്നെ ആവാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും ഫാമിലിയുടെയും പുതുവത്സര ആശംസകൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളിതിലേക്ക് പഴമോ അതുപോലെ തന്നെ സോഡാപ്പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. അല്ലാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 2.5 കപ്പ് പച്ചരി വെച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഏകദേശം ഒരു 60 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാനുണ്ടാവും. നമ്മുടെ കുഴിയപ്പത്തിൻ്റെ ചട്ടിക്കനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ എണ്ണത്തിൻ്റെ അളവൊക്കെ. അപ്പോൾ 2.5 കപ്പ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണേ. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടിച്ച് വെച്ചിട്ട് ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ട് കുതിർന്നിട്ട് കിട്ടുമല്ലേ. ഞാനിപ്പോൾ ഇത് ഒരു 4 മണിക്കൂറോളമൊക്കെ കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വെള്ളം ഒന്ന് ഫുള്ളായിട്ട് കളഞ്ഞെടുത്തിട്ട് വരാം. വെള്ളമൊക്കെ അതാ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒന്നിച്ച് ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 250 ml കപ്പിന് തന്നെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അടിച്ചെടുക്കുന്ന ടൈമിൽ വെള്ളം കമ്മിയായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചെടുക്കുന്ന ടൈമിൽ ഒന്ന് തിക്കായി വന്നപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണാണ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ പനം ശർക്കര വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇത് 400 ഗ്രാമിൻ്റെയാണ് വരുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഈ ഒരു പനം ശർക്കര വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വന്നതാണ്. നമ്മളിതിൽ അങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 350 ഗ്രാം ശർക്കര അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ടെടുക്കാം. ഫുള്ളായിട്ട് അങ്ങ് മാറ്റിയിട്ടെടുക്കുന്നില്ല. ഒരു പകുതി ഞാൻ ആ ഒരു ജാറിൽ തന്നെ വെച്ചിട്ട് പകുതിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അരി ആകുമ്പോൾ വല്ലാണ്ട് ഇങ്ങനെ ഹാർഡായി പോകും. അപ്പോൾ നല്ല സോഫ്റ്റും കൂടെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പിൻ്റെ അടുത്ത് കണ്ട് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ആ ഒരു മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട. നമ്മൾ ഓൾറെഡി അതിൽ മൈദ ആഡ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. എന്നാൽ നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു തവി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇത് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ വരേണ്ടത്. വല്ലാണ്ട് തിക്കാവാനും പാടില്ല, വല്ലാണ്ട് ലൂസ് ആവാനും പാടില്ല. ആ ഒരു രീതിയിൽ കേട്ടോ മാവ് വരേണ്ടത്. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നെയ്യൊന്ന് മെൽറ്റായിട്ട് മെൽറ്റായി വന്നതോട് കൂടിയിട്ട് 1 കപ്പ് തേങ്ങാക്കൊത്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുക്കുന്ന വീഡിയോ മിസ്സായിട്ട് പോയതാണ്. നല്ല കുഞ്ഞായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മളെ കയ്യിൽ കൊപ്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ ആകുമ്പോഴും പെട്ടെന്ന് ആയിട്ട് കിട്ടും കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു കൊപ്രനോട് അടുത്ത് വന്നിട്ടുള്ളൊരു തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, വെള്ളമൊക്കെ വറ്റിയിട്ടുള്ള. അപ്പോൾ അതുപോലെ നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വന്നാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ.
ഇനി ഇതിലേക്ക് നമുക്ക് ഈ ലാസ്റ്റിൽ ഒരു ടേബിൾ സ്പൂണ് എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ ഒരു ചൂടിൽ തന്നെ മതി കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എള്ളിട്ട് കൊടുക്കേണ്ടത്. ആ ചൂടിൽ തന്നെ കിടന്നിട്ട് അതൊന്നങ്ങ് റോസ്റ്റായിട്ട് വന്നോളേ. ഇനി അത് നമുക്ക് ഈ ഒരു മാവിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ലൂസിലാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പലഹാരങ്ങൾ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത്യാവശ്യം വെളിച്ചെണ്ണ വേണം കേട്ടോ. നമ്മൾ ആ ഒരു കുഴി മൂടിയിട്ട് കുറച്ചും കൂടി ഒന്ന് പൊങ്ങിയിട്ട് നിൽക്കണം. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ പൊട്ടി ഒലിക്കാണ്ടി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിലാണ് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ തവിയിലെടുക്കുന്നതിനെക്കാട്ടിലും സുഖം ഇതുപോലെ ഒരു ബൗളിലോ ഗ്ലാസ്സിലോ ഒക്കെ ആക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് സുഖം ഉണ്ടാവുക. അല്ലെ ഓരോന്നിങ്ങനെ മുക്കി എടുക്കണ്ടേ. അതിനാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ചെയ്തെടുത്താൽ മതിയേ. ഇനി താഴ്ഭാഗമൊക്കെ ഒന്നുണ്ട് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ താഴ്ഭാഗമൊക്കെ ഏകദേശം സെറ്റായി ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നിങ്ങനെ പെട്ടെന്ന് തന്നെ പൊങ്ങിയിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. പോലെ അങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതിയേ. ഈ താഴ്ഭാഗം ഒരു മറിച്ചിട്ട ഭാഗം ഒന്നായി വന്നെന്ന് കണ്ടാൽ ഒന്നും കൂടി ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2-3 മിനിറ്റ് കൂടി വെച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ ഒന്നും കൂടി അങ്ങോട്ട് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിൽ വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ കോരി എടുക്കുന്ന ടൈമിൽ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. അതിനാകുമ്പോൾ എണ്ണ ഒട്ടും കുടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുക. എന്താ വെച്ചാൽ നമ്മൾ തീ കുറച്ചിട്ടാലാണ് കൂടുതലായിട്ട് എണ്ണ അതിൽ പിടിക്കുക. അപ്പോൾ തീ കുറച്ചിടാണ്ട് ഇങ്ങനെ നോക്കണം കേട്ടോ. എന്നാലും കൂടി പോകാനും പാടില്ല. ഇപ്പോൾ ഇതാ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ നല്ല കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നാൽ അങ്ങ് കോരിയിട്ടെടുക്കാം. ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്വയറോ അങ്ങനെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് കുത്തിയിട്ട് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒട്ടും എണ്ണൊന്നും അതിൽ പിടിക്കൂല അങ്ങനെ എടുക്കുകയെന്നുണ്ടെങ്കിൽ. എല്ലാം ഇങ്ങനെ നമ്മൾ കുടഞ്ഞിട്ട് അങ്ങനെ എടുത്താൽ മതിയേ. അപ്പോൾ അത് ആ ഒരു സെക്ഷൻ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് കോരി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഇതുപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈവനിങ്ങിൽ ചായയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കഴിക്കാനോ ഒക്കെ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കണ്ടില്ല, നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ല, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.